ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC പ്രൈഡ്, സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ലഹരി മാഫിയയുടെ വലയിലാകുന്നത്? വിതരണ ശൃംഖലയിലെ കണ്ണികളായി കുട്ടികൾ മാറുന്നത് എങ്ങനെയാണ്? 24 അന്വേഷണം തുടരുകയാണ്. ലഹരി വഴിയിലെ കുട്ടിക്കടത്തുകാർ. സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ ലഹരിക്കടത്തിൽ വെളിപ്പെടുത്തലുമായി ഒരു വിദ്യാർത്ഥി മുംബൈ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. കെമിക്കൽ ലഹരികൾ എത്തിക്കുന്നത് ഗോവയിൽ നിന്ന്. 16-ാം വയസ്സ് മുതൽ തന്നെ ലഹരിക്കടത്തിൻ്റെ ഭാഗമായി. വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ 24-നോട് 24 അന്വേഷണ പരമ്പര തുടരുന്നു. ലഹരി വഴിയിലെ കുട്ടിക്കടത്തുകാർ. 14-ാം വയസ്സിൽ സിഗരറ്റ് ഉപയോഗിച്ചാണ് തുടക്കം. പിന്നീട് കഞ്ചാവിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിലേക്ക്. ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണമില്ലാതായതോടെയാണ് ലഹരി കടത്താൻ സഹായിച്ചു തുടങ്ങിയതെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ഡൽഹി, മുംബൈ, ഗോവ, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ലഹരി മരുന്നെത്തിക്കാൻ ഓരോ സ്ഥലത്തും പ്രത്യേകം ആളുകളുണ്ടാകും. ട്രെയിനിലാണ് വിദ്യാർത്ഥികൾ കൂടുതലും ലഹരി കടത്തുന്നത്. പാലക്കാടാണ് പരിശോധനകൾ ഏറ്റവും കൂടുതലെന്നും വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ആദ്യം തന്നെ ഒരു ട്രെയിലടിക്കും. ഇവിടുന്ന് അങ്ങാട് പോയിട്ട് തിരിച്ചിങ്ങാട് ഒരു റിട്ടേൺ അടിക്കും. ഒന്ന് നോക്കും, കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൊണ്ടുവരും. നമ്മുടെ മേത്ത് തന്നെ വെക്കൂല. അപ്പോൾ അവർ ചെക്കൊന്നും ചെയ്യൂലല്ലോ. നോക്കുക ഇപ്പോൾ എങ്ങനെയാണ് ചെക്കിങ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് പിന്നെ രണ്ടാമതും വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത്. കേരളം പാലക്കാടാണ് ഏറ്റവും വലിയ വിഷയമായിട്ട്. അങ്ങാടൊന്നും ഒരു കുഴപ്പമില്ല. പാലക്കാടിൽ ഒരു നിർത്തിയിട്ടിട്ടൊരു ചെക്കിങ് ഉണ്ട്, ഭയങ്കര ചെക്കിങ്. ബാത്റൂമിൻ്റെ പൊക്കത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ മൊത്തം ഫ്രീ ആണല്ലോ, നമ്മളെ പിടിക്കത്തില്ല. സ്റ്റേഷൻ എത്തണമില്ലെങ്കിലും ഇടയ്ക്ക് വെച്ച് എല്ലാ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് സാധനം എറിഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇറങ്ങുമ്പോഴും നമ്മൾ ഫ്രീ ആണ്. പിടിയിലായാൽ മറ്റുള്ളവരുടെ പേരുവിവരങ്ങൾ പുറത്തു പറയരുതെന്നാണ് ഭീഷണി. ഹോട്ടലുകളിലെ പാർട്ടികൾക്ക് ലഹരി എത്തിക്കാൻ പ്രത്യേക സംഘങ്ങളുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു. ആദ്യം റൂം എടുക്കും. ഇപ്പോൾ എത്ര പേർക്ക് കയറാതൊക്കെ ഉണ്ടാകുമല്ലോ. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഹെഡായിട്ട് ഒരാളുണ്ടാവും. ആ പുള്ളിയുടെ ഇതിനകത്തായിരിക്കും എല്ലാം നടക്കണം. നമ്മളിപ്പോൾ DJ പാർട്ടി നടത്തണമെങ്കിൽ തന്നെ ആ ഒരു ഓളത്തിൽ പോകണമെങ്കിൽ തന്നെ ഇത് യൂസ് ചെയ്യണം. യൂസ് ചെയ്താലേ അങ്ങനെ പോകത്തുള്ളൂ. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ അളവിലാണ് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് കടത്തുന്നത്. ഇത് വിജയിച്ചാൽ 2ാം ഘട്ടത്തിൽ വലിയ അളവിൽ കടത്തി തുടങ്ങും. ഒരിക്കൽ മയക്കുമരുന്ന് സംഘങ്ങളുടെ കെണിയിലായാൽ പിന്നീട് അതിൽ നിന്ന് പുറത്തു വരാൻ ഏറെ പ്രയാസമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വിനീത VG, 24 കൊച്ചി. ഈ മാഫിയ സംഘങ്ങളുടെ വലയിൽപ്പെട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് ആ വല പൊട്ടിച്ച് പുറത്തു വരിക എന്നുള്ളത്. കാരണം അതിന് പല വഴികൾ അവർ അവലംബിക്കും. കുട്ടികളെ ഭീഷണിപ്പെടുത്തും, മാതാപിതാക്കളോട് വിളിച്ചു പറയും, പോലീസിനോട് പറയും എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരിക്കൽ പെട്ടുപോയാൽ വളരെ വളരെ പ്രയാസമാണ്. മാത്രവുമല്ല മാതാപിതാക്കളൊക്കെ അറിയുമ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുമൊക്കെ തന്നെ അവരാരെയൊക്കെ ബന്ധപ്പെടുന്നു, അവരാരുമായിട്ട് സംസാരിക്കുന്നു, അവർ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ വഴി ആരൊക്കെയാണ് തിരിച്ചു വിളിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. മാത്രമല്ല വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെ ഈ കുട്ടി ഇപ്പോൾ നമ്മൾ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ്, ഒരാളുടെ വാട്സപ്പ് പരിശോധിക്കുക എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് അവർക്ക് അവരുടെ പാകതയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. കുട്ടികളുടെ ഫോണുകൾ ലോക്ക് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം അതുകൊണ്ട് അപകടങ്ങൾ പതിയിരിക്കുകയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആസുര കാലത്താണ് നമ്മുടെ ജീവിതം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത VG നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഈ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ ഞെട്ടലുണ്ടാക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടി ഏതാണ്ട് 16-ാം വയസ്സ് മുതൽ ഈ ലഹരിക്കടത്തിന്റെ ഭാഗമായതാണ്. ലഹരി സംഘങ്ങളുമായി ഈ കുട്ടിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് ഈ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 14-ാം വയസ്സിൽ സിഗരറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ചില കുട്ടികളെയാണ് ഈ ലഹരി സംഘങ്ങൾ ആദ്യം കെണിയിലാക്കുന്നത്. ഈ കുട്ടികൾ വഴി കൂടുതൽ കുട്ടികളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ
കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ സിഗരറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു, പിന്നീട് അത് കഞ്ചാവിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കൾ കൂടി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ ലഹരി മാഫിയ സംഘങ്ങൾ എത്തിക്കുന്നു. ഒപ്പം തന്നെ ആദ്യത്തെ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നതിനേക്കാൾ രണ്ടാമത് ഇതിന് വില കൂട്ടി വലിയ വിലയും മറ്റും കുട്ടികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പണം നൽകാൻ കഴിയാതെ വരുമ്പോൾ എന്നാൽ പിന്നെ തങ്ങൾക്കൊപ്പം തങ്ങളെ സഹായിക്കാൻ നിൽക്കണമെന്നടക്കമുള്ള ചില ആവശ്യങ്ങൾ ഈ ലഹരി മാഫിയ സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ അവർ പ്രധാനമായും പറയുന്നത് കുട്ടികൾ ആവശ്യപ്പെടുന്നത് പോലുള്ള ലഹരിയും ഒപ്പം തന്നെ ഇത് കടത്തി നൽകുമ്പോൾ അവർക്കൊരു തുകയും നൽകും എന്നാണ് പറയുന്നത്. അവർക്ക് ആവശ്യത്തിന് പണവും ഒപ്പം തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള ലഹരിയും ഞങ്ങൾ നൽകുമെന്നുള്ളതാണ് ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ വാഗ്ദാനം. ഈ വാഗ്ദാനത്തിൽ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ, ഈ ചെറിയ കുട്ടികളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി മാറുന്നത്. നമ്മളോട് സംസാരിച്ച ആ കുട്ടി പറയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തനിക്ക് പേടിയായിരുന്നു, എന്നാൽ പിന്നീട് താൻ ഇത് കടത്താനായി മുന്നോട്ടെത്തി എന്നുള്ളതാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ അളവിലുള്ള ഒരു മയക്കുമരുന്ന് ട്രെയിനിലാണ് കടത്തിയതെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിൽ ഈ ടോയ്ലറ്റിന്റെ മുകളിൽ ഭാഗം പൊളിച്ച് അതിനുള്ളിലാണ് ഇത് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ചില ബാഗുകളിലേക്ക് നിറച്ച് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കളക്ട് ചെയ്യാനായി വിവിധ കുട്ടികളടങ്ങുന്ന സംഘങ്ങൾ വിവിധ ഇടങ്ങളിൽ തന്നെ ഉണ്ടാകും. ഓരോ പ്രദേശത്തെയും കൃത്യമായി അറിയുന്ന വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയ സംഘങ്ങൾ ഇതിന്റെ ഭാഗമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആ കുട്ടി നമ്മളോട് പറഞ്ഞത്. മറ്റിടങ്ങളിൽ നിന്ന്, അതായത് ഗോവ, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കേരളത്തിലേക്ക് താൻ ഈ മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കുന്ന വിദ്യാർത്ഥികളെയും ആ സംഘങ്ങളെയും ഒക്കെ തന്നെ നേരിട്ട് പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഈ മറ്റിടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുമ്പോൾ ഇത് പോയി കളക്ട് ചെയ്യുന്നതിനായി കൊച്ചിയിലാണ് വരുന്നതെങ്കിൽ കൊച്ചിയെ വ്യക്തമായി അറിയാവുന്ന ഒരു സംഘത്തെ തന്നെയായിരിക്കും ഈ ലഹരി മാഫിയ സംഘങ്ങൾ നിയോഗിക്കുക. ആ വിദ്യാർത്ഥികൾ പോയി ഈ സാധനം വാങ്ങിക്കൊണ്ടുവരും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു കെണി ഇവർ ഒരുക്കിയിരിക്കുന്നതും തന്നെയാണ്. ഒരു പ്രാവശ്യം ഇവരുടെ കെണിയിൽ അകപ്പെട്ടു പോയാൽ പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു കാരണവശാലും കഴിയില്ല. വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. ഈ വിദ്യാർത്ഥി നമ്മളോട് സൂചിപ്പിച്ചത് ഇപ്പോൾ താൻ ഇതുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തേക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിരവധി കേസുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിരുന്നു. മാനസിക സംഘർഷം, മാനസിക പ്രശ്നങ്ങൾ അടക്കം നേരിടേണ്ടി വന്നിരുന്നു. കുടുംബത്തെ തന്നെ ഇതൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള കടത്തിനുമായി താൻ അതിൽ ബന്ധപ്പെട്ടിട്ടില്ല. നിലവിൽ ഒരു ചെറിയൊരു ഇടവേള എടുത്തുകൊണ്ട് താൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ഈ കുട്ടി പറഞ്ഞത്. എങ്കിൽ പോലും ഇപ്പോഴും ഈ കുട്ടിയെ ഈ ലഹരി മാഫിയ സംഘങ്ങൾ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇത്തരത്തിൽ ഇവർ ഈ ലഹരി കടത്താൻ ആവശ്യപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് ഈ കുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത. വി ജി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഷോക്ക് ഏൽപ്പിക്കുന്നതാണ്. മാത്രമല്ല ഈ കുട്ടികൾ ഒരു മൊബൈൽ സന്ദേശം വന്നിരിക്കുകയാണ് യൂട്യൂബിൽ. ഒരാൾ പറയുന്നു ഇവനെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കരുത്, ഇവനെയൊക്കെ ക്രിമിനലായിട്ട് കാണണം എന്നൊക്കെയാണ്. 16 വയസ്സുണ്ടല്ലോ എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയല്ല ഒരു സമൂഹം ഒരു നിലപാടെടുക്കേണ്ടത്. ഈ കുട്ടികളൊക്കെ ശരിക്കും ഈ മുതിർന്ന ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ ക്രിമിനൽ വഴികളിൽ സഞ്ചരിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഒരു പാകതയില്ലാത്ത പ്രായത്തിൽ അവരിങ്ങനെയുള്ള തെറ്റുകളിലേക്ക് വീഴുമ്പോൾ അവരെ ക്രിമിനലായി മാറ്റുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല അവരെ തീർച്ചയായിട്ടും സമൂഹത്തിന് മുമ്പിൽ അവരെ അവതരിപ്പിക്കാതെ അവരെ ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുഖ്യധാരയിലേക്ക് നമുക്ക് വഴിപിടിച്ച് നടത്തുകയാണ് നമ്മൾ മുതിർന്ന ആളുകൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അകാലത്തിലെ ഉണ്ടാകുന്ന ക്രിമിനലുകൾ ഈ സമൂഹത്തിൻ്റെ സമാധാനം കെടുത്തിക്കളയും എന്ന കാര്യവും താങ്കൾ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും ഇതിൽ വളരെ ഗൗരവത്തോടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലുള്ള ബന്ധപ്പെട്ട വകുപ്പുകളും കാണേണ്ട കാര്യമാണ്. ഈ വളരെ സമാധാനത്തോടെ കഴിയുന്ന ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഇത്തരം ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നത് വല്ലാതെ നമ്മളെ അലോസരപ്പെടുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങൾ കൊച്ചി പോലുള്ള വലിയ പട്ടണങ്ങളിൽ അവർ വിളയാടുകയാണ്. അവരുടെ വിളയാട്ടം അവസാനിപ്പിച്ചേ പറ്റൂ. സമൂഹത്തിനും സമാധാനമായി വിളയാടണം എന്നതുകൊണ്ട് തന്നെ. ഇപ്പോൾ സമയം 8:40. കാറ്റത്തും മഴയത്തും ആകെയുണ്ടായിരുന്ന മൺവീട് നിലംപതിച്ചതോടെ പെരുവഴിയിലായ കല്ലറ ചെറുവാളത്തെ നാലംഗ കുടുംബത്തിന് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഇവർക്ക് പ്രമുഖ ബിൽഡേഴ്സായ വർമ്മ ഹോംസ് നൽകിയ വീട് അതിൻ്റെ താക്കോൽദാനം ഇന്നാണ് നടത്തുക. ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി അടക്കം നാലംഗ കുടുംബത്തിൻ്റെ ദുരവസ്ഥ 24 ആണ് ജനമനസ്സുകളിലേക്ക് കൊണ്ടുവന്നത്. 24 ബിഗ് ഇമ്പാക്ട്. കഴിഞ്ഞ മാസം 31-നാണ് ബിരുദ വിദ്യാർത്ഥിനിയായ ബിനുജയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്ന് കണ്ടുമുട്ടുമ്പോൾ ഇതായിരുന്നു ഇവരുടെ വീടിന്റെ അവസ്ഥ. കാറ്റത്തും മഴയത്തും ഈ മൺവീടിനൊപ്പം നിലം പതിച്ചത് ഇവരുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത നാലംഗ കുടുംബം പിന്നീട് ഒറ്റമുറി വാടക വീട്ടിലായിരുന്നു താമസം. ഇവരുടെ ജീവിതാവസ്ഥ 24-ലൂടെ ശ്രദ്ധിച്ച വർമ്മ ഹോംസ് കാരുണ്യദൂതരായി ഇവരിലേക്ക് എത്തുകയായിരുന്നു. കെട്ടുറപ്പുള്ള വീടെന്ന ഈ കുടുംബത്തിന്റെ സ്വപ്നത്തിന് വർമ്മ ഹോംസ് കഴിഞ്ഞ ജൂലൈ 14-ന് ശിലപാകി. നിർമ്മാണം പൂർത്തിയാക്കിയ മനോഹരമായ വീട് ഇന്ന് കുടുംബത്തിന് കൈമാറും. ഈ വീടിനൊപ്പം കുന്നിൻ മുകളിലെ മറ്റു നിരവധി കുടുംബങ്ങളുടെ കാലങ്ങളായൊരു സ്വപ്നം കൂടി പൂവണിയുകയാണ്.
നടപ്പാത മാത്രമുണ്ടായിരുന്ന കുന്നിൻ മുകളിലേക്ക് വാഹന ഗതാഗതവും സാധ്യമായിരിക്കുന്നു. ബിനുജയുടെ അധ്യാപകനാണ് ഇവരുടെ അവസ്ഥ പുറം ലോകത്തെത്തിക്കാൻ കാരണമായത്. പിന്നാലെ വാർഡ് മെമ്പറും ബിനുജ പഠിക്കുന്ന മന്നാനിയ കോളേജും പ്രദേശത്തെ പ്രവാസി കൂട്ടായ്മയുമെല്ലാം ദൗത്യത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു. 24 തിരുവനന്തപുരം. ഉത്തമൻ ടി.കെ. എന്തായാലും വർമ്മ ഹോംസിന് എല്ലാവിധമായ ആശംസകളും. ഈ വീടിൻ്റെ താക്കോൽദാനം നടക്കട്ടെ. മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനാണ് നിങ്ങൾ കാരണക്കാരായത്. വർമ്മ ഹോംസ്, വി ആർ പ്രൗഡ് ഓഫ് യു. അപ്പോൾ ഉത്തമൻ ടി.കെ. പറയുന്നു, SKN ആ കുട്ടിയുടെ ശബ്ദം കേൾപ്പിച്ച് എന്തിനാണ്, അത് ആ കുട്ടിക്ക് അപകടം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഉത്തമൻ, നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ ശബ്ദം നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ ആവശ്യമായി വരും. ഈ പോരാട്ടം, അതായത് ഇത്തരം മാഫിയ സംഘങ്ങളുമായുള്ള നമ്മുടെ പോരാട്ടം രണ്ട് രീതിയിൽ നമ്മൾ നടത്തണം. ഒന്ന് നേരിട്ട്, ഒന്ന് ഒളിച്ച്. ഈ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ നേരിട്ട് നടത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഇത് പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഒരു പോലീസ് വലയത്തിലായിട്ടുണ്ടാകും, പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ മാഫിയ സംഘങ്ങൾ ഇവരെ ആക്രമിക്കാൻ ഭയപ്പെടുകയും ചെയ്യും. ഒരു കാര്യം ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, കേരളത്തിലെ കരുത്തരായ പോലീസ് സംവിധാനത്തിന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു മാഫിയ സംഘവും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. പോലീസ് കരുത്തും ഊർജ്ജവും ആർജവും കാണിച്ചാൽ ഏത് മാഫിയ സംഘവും മുട്ടുമടക്കും. ആ ഒരു സാഹചര്യം മാത്രമേ കേരളത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അതുപോലെ അമ്മ പറയുന്നു, വിനീത വിജിയോട് സൂക്ഷിച്ചോളാൻ പറയൂ. കാര്യം ഇത്തരം മാഫിയ സംഘങ്ങൾക്കെതിരെ പടപൊരുതാൻ ഇറങ്ങിയാൽ അങ്ങനെയൊന്നുമില്ല കേരളത്തിൽ. മാഫിയ സംഘങ്ങളൊന്നും വാർത്താ മാധ്യമങ്ങളുമായിട്ടൊന്നും ഏറ്റുമുട്ടിയ ചരിത്രമില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതേസമയം അത്രയും ധൈര്യശാലികളൊന്നുമല്ല കേരളത്തിലെ മാഫിയ സംഘങ്ങൾ. കാരണം ആ മാഫിയ സംഘങ്ങൾ വളർന്നു എന്നത് നേരാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഹിമാലയം പോലെയൊന്നും കേരളത്തിൽ അത് വളർന്നിട്ടില്ല, വളരാനുള്ള സാഹചര്യമില്ല. കാരണം കരുത്തരായ പോലീസ് സംവിധാനം നമുക്കുണ്ട് എന്നത് തന്നെ. ഇനി മറ്റൊരു വാർത്തയ്ക്കായിട്ട് വാളയാറിലേക്കാണ്. വാഹനാപകടത്തിൽ വാളയാറിൽ 2 മരണം ഉണ്ടായിരിക്കുന്നു. നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ കാറിടിച്ചാണ് അപകടം ഉണ്ടായത്. തിരുപ്പൂർ സ്വദേശികളായ ബാലാജി, മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. നെടുമ്പാശ്ശേരിയിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങി വരുന്ന വഴിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നു വാളയാറിൽ. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ബിസിനസ് ആവശ്യത്തിന് തുണിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് എത്തിയ ഇറ്റാലിയൻ പൗരനെ തിരുപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയാക്കി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കി മടങ്ങും വഴിയാണ് ഇന്നോവ വാഹനം കണ്ടെയ്നർ ലോറിക്ക് പിറകിലടിച്ച് അപകടം ഉണ്ടാവുന്നത്. ഈ അപകടത്തിൽ മരിച്ചത് തിരുപ്പൂർ സ്വദേശികളായ ബാലാജി, മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. ഈ 2 ഡ്രൈവർമാരെയും കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർമാരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാളയാർ RTO ചെക്ക് പോസ്റ്റിന് സമീപം. ഇത് പെട്ടെന്ന് ഈ വാഹനം മാറ്റിയതോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ഇന്നോവ അമിത വേഗതയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ തൽക്ഷണം ഈ 2 പേരും മരിക്കുകയായിരുന്നു. എന്തായാലും ഈ പോലീസ് അവിടെ എത്തി മേൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പതാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാജീവൻ MK ചോദിക്കുന്നത്, ക്രിമിനലുകളുടെ വക്കാലത്തെടുക്കുന്ന വക്കീലന്മാർ പിൽക്കാലത്ത് ജഡ്ജിമാരാകുന്നതിനെക്കുറിച്ച് SKയുടെ അഭിപ്രായം എന്താണ്? വളരെ സങ്കീർണമായൊരു വിഷയമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഏത് രംഗത്തും, അതായത് ഏത് ജോലിയിലായാലും, അത് വിധികർത്താവിൻ്റെ ആയാലും വക്കീലന്മാരുടെ ജോലിയിലായാലും മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതില്ലെന്ന് നമ്മൾ പറയാൻ കഴിയില്ല. അതേസമയം ഒരു മൂല്യവും സംരക്ഷിക്കാത്ത ഒരുപാട് ആളുകളും നമുക്കൊരു പക്ഷേ പല മേഖലകളിലും കാണുന്ന കാര്യങ്ങൾ, ഒരു മാധ്യമ ജീവിതത്തിൻ്റെ ഇടവഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ പോലും കഴിയില്ല. ആ രീതിയിൽ നമുക്ക് അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളും ഈ ലോകത്തൊക്കെ സംഭവിക്കും. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ സാമൂഹ്യവൽക്കരിക്കുന്ന ഒരു സമയമുണ്ട്. അത് സോഷ്യലൈസേഷൻ എന്ന് പറയും. സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്നതിൽ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ അവനിലേക്ക് ഇടിച്ചു കയറ്റുന്ന ഒരു സന്ദർഭം ഒരാളുടെ ജീവിതത്തിലുണ്ടാകും. അത് കുട്ടിക്കാലത്ത്, ആദ്യകാലത്ത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും, പിന്നീട് അധ്യാപകരാകും, പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളാകാം. അങ്ങനെ നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്കൊരു മൂല്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ മൂല്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും. മൂല്യബോധമില്ലാത്തവന് അവനെ ക്രൂരനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം, സത്യധർമാദി വെടിഞ്ഞിടുന്ന പുരുഷനെ ക്രൂദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്നാണ് കവിവാക്യം. അതുതന്നെയാണ് കൃത്യം. അവരെങ്ങോട്ട് പോയാലും അവർ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതേസമയം ഇവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ തൽക്കാല നേട്ടത്തിന് വേണ്ടി മൂല്യം കൈവിടുകയും ചതിക്കുഴികളിൽ വീഴുകയൊക്കെ ചെയ്താൽ പിൽക്കാലത്ത് അവരതിന് കൊടുക്കേണ്ടി വരുന്ന വില കടുത്തതാകും. അതവർക്ക് ഓർമ്മയുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, കവിത എന്ന് പറയുന്നത് പാടി പറയേണ്ട സാധനമാണോ,
ആലപിച്ചാണോ കവിതയ്ക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത്? പക്ഷേ ഒരു കാര്യം, ജനങ്ങൾ ഇപ്പോൾ ചങ്ങമ്പുഴ രമണൻ പോലെ ജനങ്ങൾ പാടി നടക്കുന്ന ഒരുപാട് കവിതകളുണ്ട്. അതിൽ ഒരാളായിരുന്നു കവി കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 14 കൊല്ലം തികയുകയാണ്. മലയാള കവിതയിൽ ചൊൽക്കവിതയുടെ ഇടിമുഴക്കമായി മാറിയ കടമ്മനിട്ട കവിതയിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ വർത്തമാനങ്ങൾ നമുക്ക് മുന്നിൽ വച്ചു. മലയാള കവിതയെ ജനകീയതയുടെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തിയ ആളാണ് കടമ്മനിട്ട എന്ന കവി. നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും ഒന്നിച്ചു ചേർത്ത രചനാശൈലി. അക്ഷരങ്ങൾ കൊണ്ട് ജീവസുറ്റ ശില്പങ്ങളും ജീവിതവും തീർത്ത കവി. ദ്രാവിഡ താളങ്ങളുടെ രൗദ്രഭംഗിയാണ് കടമ്മനിട്ട കവിതകളുടെ പ്രത്യേകത. പ്രതിഷേധത്തിന്റെ അഗ്നിയിൽ ചുട്ടുപൊള്ളുന്ന വാക്കുകൾ, ചൊല്ലിയുറപ്പിച്ച കവിതകൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ കടമ്മനിട്ട കവിതകൾക്ക് ആസ്വാദകർ ഏറി. കാട്ടാളനും കുറത്തിയും ശാന്തയും സാധാരണക്കാർ ചൊല്ലി നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു കടമ്മനിട്ട. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിരുന്നു. 1996 നിയമസഭാംഗമായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികാരിൽ ഒരാളായ MV രാഘവനെ പരാജയപ്പെടുത്തിയാണ് കടമ്മനിട്ട നിയമസഭയിലെത്തിയത്. കടമ്മനിട്ടയുടെ കവിതകൾ എന്ന കൃതിക്ക് ആശാൻ പുരസ്കാരം, മറ്റ് നിരവധി അംഗീകാരങ്ങൾ. സദസ്സിന്റെ വലുപ്പച്ചെറുപ്പം നോക്കാതെ ആസ്വാദകർക്ക് മുന്നിൽ കവിത ചൊല്ലുകയും അത് ആസ്വദിക്കുകയും ചെയ്തു കവി. വാക്കുകളിലൂടെ, ചൊൽക്കവിതകളിലൂടെ കടമ്മനിട്ട ഇന്നും മലയാളിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കർപ്പൂരദീപങ്ങളാകട്ട കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ട. റിസർച്ച് ഡെസ്ക് 24. കടമ്മനിട്ടയുടെ ചില പ്രയോഗങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് ഹൗണ്ട് ചെയ്യും. മല കലങ്ങി വരുന്നത് പോലെയാണ് നദി എന്നൊക്കെ പ്രയോഗിക്കുന്നത് ഒരുപക്ഷെ വിഷ്വൽ സന്നിവേശമാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈ ദിവസവും ഓർക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഈ ആദിമ സംസ്കാരത്തിൻ്റെ ചിന്തകൾ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുപാട് കാലം കാലിക സ്വഭാവം കാണിച്ചുകൊണ്ട് നിലനിൽക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വായനക്കാർക്കെന്നും സമകാലികനായ കവിയായിട്ട് കടമ്മനിട്ട രാമകൃഷ്ണൻ മാറുന്നു ഇതിലൂടെ. സജി മാങ്കോട് ഒരു ചോദ്യം യൂട്യൂബിലൂടെ ചോദിച്ചിരിക്കുന്നു. ഒരു ജനകീയ ചാനൽ എന്ന നിലയിൽ 24 സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും സജി മാങ്കോട്, താങ്കൾ പറഞ്ഞ സന്ദേശം പലപ്പോഴും നമ്മളത് സംപ്രേഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇനി പ്രത്യക്ഷമായി ക്യാമ്പസുകളിൽ ഇങ്ങനെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ 24 ഇറങ്ങാൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കാം. മറ്റൊരു സ്റ്റോറിയിലേക്ക്. വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസികൾക്ക് കൗതുകവും പുതുമകളും സമ്മാനിച്ച കടലുണ്ടി കോർണിഷ് മസ്ജിദ് വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഈ മസ്ജിദ് രൂപകൽപ്പന ചെയ്തത്. കാണാം നമുക്ക് കടലോരത്തെ മനോഹരമായ ഈ മസ്ജിദിൻ്റെ കാഴ്ചകൾ. കടൽക്കാറ്റിൻ്റെ ഇളം തലോടലേറ്റ് ഹൃദ്യമായ മനഃശാന്തിയോടെ ആരാധനകൾ നിർവഹിക്കാനുള്ള മനോഹരമായ ഒരിടം. ഒറ്റ കാഴ്ചയിൽ തന്നെ കാഴ്ചക്കാരുടെ മനം കവരുന്നതാണ് കോർണിഷ് മസ്ജിദ്. വാന നിരീക്ഷണ സൗകര്യത്തോടുകൂടി കടലുണ്ടി ബീച്ച് റോഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച കോർണിഷ് മുഹിദ്ദീൻ മസ്ജിദ് ടർക്കിഷ് അറേബ്യൻ വാസ്തുശില്പ ഭംഗി കൊണ്ടും അത്യാകർഷണ ആർക്കിടെക്ട് കൊണ്ടും അതിശയിപ്പിക്കുന്നതാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അന്യ നാട്ടുകാർ, വിദേശികൾ നമ്മുടെ ഈ നാട്ടിലേക്ക് വന്ന് നാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നാട് വികസിപ്പിച്ച് ആത്മീയതയിലൂന്നി എല്ലാ അർത്ഥത്തിലും 1921 മുമ്പുണ്ടായിരുന്ന ഒരാത്മീയത, ആ ഒരു ഒത്തൊരുമ, ആ ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ പുനഃസ്ഥാപിക്കുക, ഇതെല്ലാമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ. കടലിന്റെ വിദൂരതയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ദിശ കാണിച്ച് പ്രകാശിക്കുന്ന മിനാരം ഇതര പള്ളികളിൽ നിന്നും കോർണിഷ് മസ്ജിദിനെ വേറിട്ട് നിർത്തുന്നു. വിനോദസഞ്ചാരികൾക്കും ഗവേഷണ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് മസ്ജിദിന്റെ നിർമ്മാണം. പള്ളി എന്നതിനപ്പുറം കടലുണ്ടിയിലെ സാംസ്കാരിക സമുച്ചയമായി മസ്ജിദിനെ അടയാളപ്പെടുത്തുക എന്നതാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ ലക്ഷ്യം.
കോർണിഷ് മുഹിദ്ദീൻ മസ്ജിദ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനോഹരമായ മസ്ജിദ്. വിനോദസഞ്ചാര മേഖലയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കടലുണ്ടി. ഇപ്പം ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദയവ് ചെയ്ത് നിന്ന് കാണണം. പച്ചരിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും? ജസരി ഭാഷയിൽ ഫ്ലവേഴ്സ് ഒരു കോടിയിലോട്ട് സ്വാഗതം. ദയവ് ചെയ്ത് അവിടെ ഉണ്ടോ? സ്വാഗതം. ദയവ് ചെയ്ത് ഇതൊന്ന് കാണണം പ്ലീസ്. കാരണം ഇതൊരു ഒരു പച്ചരി പ്രശ്നമാണ്. പ്ലീസ് എന്നെ വാ, കാണണേ വാ. പച്ചരി ഉണ്ടോ അവിടെ? ഇതേപോലെ മലയാളത്തിൽ പറയുന്നത്. മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ബൈജുകുമാർ പറയുന്നു, യൂട്യൂബിലെ ഫ്ലവേഴ്സ് നടത്തുന്ന ഒരു കോടി എന്ന് പറയുന്ന പരിപാടി സൂപ്പറാവുന്നുണ്ട്. വിനോദവും വിജ്ഞാനവും ഇടകലർന്നു വരുന്ന ഈ പരിപാടി നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അബ്ദുൽ നാസർ പറയുന്നു, എസ്കേൻ ശനിയാഴ്ച മുതൽ റംസാൻ നോമ്പ് തുടങ്ങുകയാണ്. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ താങ്കൾ പറഞ്ഞു വയറ് ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരു 10 ദിവസം നോമ്പ് പിടിക്കണമെന്ന്. എന്തായാലും താങ്കളുടെ ഉപദേശത്തിന് നന്ദി. നോമ്പൊക്കെ നല്ല ഒരു ആരോഗ്യകരമായ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നോമ്പ് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. ടെലിവിഷനിൽ ഉണർന്ന് ടെലിവിഷനിലേക്ക് ഉറങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ. പ്രഭാതത്തിൽ മോർണിംഗ് ഷോ, സായാഹ്നത്തിൽ 1 കോടി പുതച്ചുറങ്ങുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇവിടെ നേരം ഇതൊക്കെ അതൊരു പ്രശ്നമല്ലേ? നിങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ അത് എനിക്ക് വൈക്കേറിയസ് സമാധാനത്തിലൂടെ എനിക്കും അതിൽ നിന്നൊരു സന്തോഷം കിട്ടും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട നിർഭാഗ്യകരമായൊരു സംഭവം മഞ്ചേരിയിലുണ്ടായി. മലപ്പുറം മഞ്ചേരിയിൽ നഗരസഭാ കൗൺസിലർ അബ്ദുൽ ജലീലിനെ മർദ്ദിച്ചത് മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴി. നിർത്തിയിട്ട കാറിൻ്റെ ലൈറ്റ് അണയ്ക്കാത്തതിനെ തുടർന്നാണ് ഈ തർക്കം ആരംഭിച്ചത്. ശേഷം ബൈക്കിൽ പിന്തുടർന്ന് വന്ന സംഘം ആദ്യം ഹെൽമെറ്റ് ഉപയോഗിച്ച് കാറിൻ്റെ ചില്ല അടിച്ച് തകർത്തു. തുടർന്നാണ് അബ്ദുൽ ജലീലിനെ ക്രൂരമായി മർദ്ദിച്ചത്. നഗരസഭാ കൗൺസിലുള്ള ആദരസൂചകമായി UDF എന്ന മഞ്ചേരി നഗരസഭയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കം. വിവരങ്ങളുമായി നിഖിൽ പ്രമീഷ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ്. ചെറിയൊരു തർക്കം പോലും ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും ഈ കോവിഡാനന്തരം പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നു. ഈ ആളുകൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? വല്ല രോഗവും ഇവരുടെയൊക്കെ മനസ്സിനെ പിടികൂടുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സ്കേൻ, ഈ നാട് ഒന്നടങ്കം വലിയ വേദനയിലാണ്. പ്രിയപ്പെട്ടവരുടെ കുഞ്ഞാക്കയാണ് യാത്രയായത്. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവം. ചൊവ്വാഴ്ച രാത്രി 11:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ അബ്ദുൾ മജീദിൻ്റെ വസതിയിലാണ് ഉള്ളത്. ഇവിടേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ടൗൺ ഹാളിലുള്ള പൊതുദർശനത്തിനും ശേഷം കൊണ്ടുവരിക. ഈ നാടൊന്നടങ്കം വലിയ വേദനയിലായിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ സജീവമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ വളരെ വേദനയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുന്നത്? എപ്പോഴേക്കായിരിക്കും മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നത്? അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ്, നമസ്കാരത്തിന് ശേഷമാണ് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം കിട്ടിയിട്ടില്ല. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചില ഭാഷ്യങ്ങൾ വരുന്നത് അദ്ദേഹം പാലക്കാട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി പോയതായിരുന്നു. അവിടെ വെച്ചുണ്ടായ എന്തെങ്കിലും തർക്കത്തിൻ്റെ തുടർച്ചയാണോ, അതോ ഈ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അതാണ് എന്നാണോ നിങ്ങൾ കുടുംബം കരുതുന്നത്? എന്താണ് ഇപ്പോൾ? 100% അത് പാലക്കാട് നല്ലൊരു പ്രോബ്ലംസ് ഒന്നല്ല. സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു ഹോട്ടലുമായും അതിലൊരു ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ അത് വലിയൊരു ദുരന്തത്തിലേക്ക് വന്നതാണ്. ഒരിക്കലും ഒരു പാലക്കാടുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ദുരൂഹതകളൊന്നും ഇതിലില്ല. അതായത് അവിടെ വെച്ച് ഈ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുന്നു, തുടർന്ന് ഈ കാറിൻ്റെ ചില്ലടിച്ച് തകർക്കുന്നു, അങ്ങനെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾക്ക് നോർമലി മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇതൊരു ഈ ആക്രമിച്ച ആളുകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ കൊട്ടേഷൻ സംഘങ്ങളായിരുന്നു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. നമ്മൾ കൂടുതലായിട്ടൊന്നും അതിനെ പഠിക്കാനോ ഈ ഒരു സാഹചര്യത്തിൽ അറിഞ്ഞിട്ടില്ല. എസ്കേൻ, ഏറ്റവും പുതിയൊരു വിവരം ലഭിക്കുന്നത് ഒരാൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി
പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. നെല്ലിക്കുത്ത് സ്വദേശിയായ ഒരു പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഒരു പ്രതി പിടിയിലായിരുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരാളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ തർക്കം, അതായത് വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു തർക്കം എങ്ങനെയാണ് ഇത്തരം ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ഈ നാടൊന്നടങ്കം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ അന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നിന്ന് ഒരു ചർച്ച കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. പക്ഷേ ആ സംഭവങ്ങളൊന്നുമായി ഈ ആക്രമണത്തിന് ഒരു തരത്തിലുമുള്ള പങ്കുമില്ല എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉള്ളത്. അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടി പറയൂ. അവരാ ചെറിയ കുട്ടികളാണോ? അദ്ദേഹത്തിന്റെ ഇനി ഭാവി ജീവിതം ആ കുടുംബത്തിന് വലിയ കീറാമുട്ടിയാണല്ലോ. തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പണ്ട് ഇദ്ദേഹത്തിന്റെ തറവാടായിരുന്നു ഇത്. അതിനുശേഷം ഇദ്ദേഹം മറ്റൊരു വീട്ടിലേക്ക്, ഒരു സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് 2 കുട്ടികളാണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് അത് ചോദിക്കാം. അദ്ദേഹത്തിന് 2 കുട്ടികളാണ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യ കൗൺസിലറായിരുന്നു. ഭാര്യ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ ടൈമിൽ ഭാര്യ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു 5 വർഷം. 5 വർഷം ശേഷമാണ് വീണ്ടും കുഞ്ഞാൻ കൗൺസിലറായത്. കുട്ടികൾ രാഷ്ട്രീയ രംഗത്തില്ല, കുട്ടികൾ പഠിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് കുട്ടികളില്ല. ചെറിയ കുട്ടികൾ. വലിയ കുട്ടിക്ക് 24 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 18 വയസ്സ്, 19 വയസ്സാണ്. ഇതിന് തൊട്ടടുത്ത്, അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറാണ്. തൊട്ടടുത്താണ്, ഈ തൊട്ടപ്പുറത്ത് വാർഡ് കൗൺസിലറാണ്. ഇത് വാർഡ് 13 തൊട്ടപ്പുറത്ത് 16. അത് തന്നെയാണ് ഇവർക്കുള്ള ഒരു വലിയ പ്രയാസം. അത് തന്നെയാണ് ഈ കുടുംബത്തിന് ഒന്നടങ്കമുള്ള, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ഒന്നടങ്കമുള്ള ഒരു പ്രയാസം. ഇവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ, ജനകീയ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ് നഷ്ടമാകുന്നത്. അതും ഒരു പ്രകോപനവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു പ്രകോപനവുമില്ലാതെ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു. നടു റോട്ടിൽ വെച്ച് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകം നടക്കുന്നു. അതിൻ്റെയൊക്കെ ഞെട്ടലിലാണ് ഈ നാട്. എന്തായാലും അവർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി തങ്ങൾക്ക് അറിയണം എന്ന് തന്നെയാണ് ഈ കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജനാസ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയമാകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ടൗൺ ഹാളിൽ 1 മണിക്കൂർ നേരം പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഭൗതികദേഹം ഇവിടേക്ക് കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. സത്യം ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത മനസ്സിനൊരു ക്ഷോഭം തോന്നി. അബ്ദുൽ ജലീലിൻ്റെ ഭീകരമായ കൊലപാതകം, നിസ്സാരമായ ഒരു തർക്കം, വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നൊരു തർക്കം ഒരാളുടെ മരണത്തിൽ ചെന്ന് അവസാനിക്കുക. അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ സംശയിക്കുന്നത് ഇങ്ങനെ വരുന്ന ഈ അക്രമികൾ, ഈ ക്രിമിനൽ സംഘം, ഇവരൊക്കെ വല്ല ഈ മാഫിയ സംഘത്തിൻ്റെ ആളുകളാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതാണോ? ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ കോവിഡാനന്തരം കുറേ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെടുത്ത് ഈ സമൂഹ മനസാക്ഷിക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ചില സാമൂഹിക സയൻറ്റിസ്റ്റുകൾ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ കേരളം പോലെ സംസ്കാര സമ്പന്ന സാക്ഷരത ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ട് അബ്ദുൽ ജലീലൊക്കെ തന്നെ കൊല്ലപ്പെടുന്നു? പ്രത്യേകിച്ച് ജനകീയനായ ഒരു നേതാവിന് പോലും ഈ നാട്ടിൽ രക്ഷയില്ല എന്നാണോ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടത്? ഇനി കുന്നംകുളത്തേക്കൊന്ന് പോകുന്നു. തൃശ്ശൂർ കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിനായി 54 മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനം. അപകടം പിടിച്ച തീരുമാനമാണല്ലോ. ചുറ്റുമതിൽ നിർമ്മിക്കാൻ മാത്രം മുറിച്ചു നീക്കേണ്ടത് 25 വൻമരങ്ങൾ. മരം മുറിക്കാൻ അനുമതി നൽകാൻ ട്രീ കമ്മിറ്റി അനുമതി കൊടുത്തു. 100 വർഷത്തിലധികം പഴക്കമുള്ള വൻ മരങ്ങളാണ് മുറിക്കുന്നതിനെ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ തീരുമാനത്തെ എതിർത്തിരുന്നു. വിശദാംശങ്ങളുമായി കുന്നംകുളത്ത് നിന്ന് സുധീഷ ധർമ്മൻ നമുക്കൊപ്പം ചേരുന്നു. സുധീഷ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും മരങ്ങൾ എന്തിനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് SKN. നേരത്തെ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഈ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി ഇത്രയധികം മരങ്ങൾ മുറിച്ചു നീക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വന്നപ്പോൾ തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. തുടർന്ന് ഏറ്റവും അത്യാവശ്യം മുറിക്കേണ്ട 9 മരങ്ങൾ മാത്രം മുറിച്ചു നീക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ട്രീ കമ്മിറ്റി ചേരുകയും 54 മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്രയധികം മരങ്ങൾ ഇതിനുവേണ്ടി മുറിച്ചു നീക്കണമോ എന്നുള്ളത് മാത്രമാണ്
ഇക്കാര്യത്തിൽ ഉയരുന്ന സംശയം. ഒപ്പം ഇതിൽ ഏതാണ്ട് 25ഓളം മരങ്ങൾ മുറിച്ചു നിൽക്കുന്നത് ചുറ്റുമതിൽ പണിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം എന്നിരിക്കെയാണ് ഇത്രയധികം മരങ്ങൾ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം മുറിച്ചു നിൽക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പോലും ട്രീ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനെ എതിർത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിൽക്കുന്നു എന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെയും അത്തരത്തിൽ തന്നെ ഇവിടെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്താണ് ഈ ഒരു സ്ഥലത്ത് ഇത് ഏതാണ്ട് 3.5-4 ഏക്കർ വരുന്ന സർക്കാർ ഭൂമിയാണ്. ഇവിടെയാണ് താലൂക്ക് മന്ദിരം പണിയുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത്രയധികം മരങ്ങൾ മുറിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഏകദേശം 4.5 ഏക്കർ വരുന്ന ഭൂമിയാണിത്. ഏകദേശം 500 എം സ്ക്വയർ താഴെയും 500 എം സ്ക്വയർ മുകളിൽ മൊത്തം 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന 1000 എം സ്ക്വയർഡ് അത്ര വരുന്നൊരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് 4.5 ഏക്കർ മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റുകയാണ്. ആകെ ഇപ്പോൾ ഇന്നലെ കൂടിയിട്ടുള്ള ട്രീ കമ്മിറ്റി 54 മരങ്ങളാണ് മുറിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് പറയുന്ന ഒരു മരം മുറിക്കാണ്ട് ഈ ബിൽഡിംഗ് പണിയാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ശക്തമായിട്ട് പറഞ്ഞിട്ടും ചെയർപേഴ്സണും ഇവിടുത്തെ വാർഡ് കൗൺസിലറും കൂടി ചേർന്നിട്ട് ഒരു ട്രീ കമ്മിറ്റി പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി ഇത് മുഴുവൻ മുറിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനം നടക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളോ ഇവിടുത്തെ പ്രകൃതി സ്നേഹികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒരിക്കലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. ഇതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഈ ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കൗൺസിലർമാർ എന്ന നിലയിൽ വരും ദിവസങ്ങളിലും ഇതിനുവേണ്ടിയുള്ള പ്രതിഷേധം ശക്തമാക്കാനാണോ നിങ്ങളുടെ തീരുമാനം? സമരമായിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിന്റെ ഏതറ്റം വരെ പോയിട്ട് അത് മുറിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് അതിന്റെ അവസാനം വരെ ഞങ്ങൾ പോകാൻ തയ്യാറായിട്ടാണ് മുന്നോട്ട് നിൽക്കുന്നത്. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ മണ്ഡലമാണ്. ഒപ്പം തന്നെ റവന്യൂ ഭൂമിയിലാണ് ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിൽക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നോ നിങ്ങൾ? ഇവിടെ ഈ കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചറിയിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അവരോട് ആദ്യം ഒരു നന്ദി പറയാണ്. കാരണം കുന്നോളം യഥാർത്ഥത്തിൽ വലിയൊരു വരൾച്ചനെ നേരിട്ടുകൊണ്ടിരിക്കുക. ഒരു മരം മുറിച്ചാൽ 10 മരം നടണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ഇവിടെ 9 മരങ്ങളും നിലവിൽ മുറിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞു ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാർലമെന്റ് നേതാവ് ചെയർപേഴ്സൺ വിളിച്ചു ചോദിച്ചപ്പോൾ ചെയർപേഴ്സൺ നുണ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും 19 മരങ്ങളെ മുറിച്ചു മാറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാവുന്നുണ്ട്. ഞങ്ങൾ ശക്തമായി പ്രതിഷേധം കൊണ്ട് മുന്നോട്ട് പോകുന്നത് ചെയ്യും. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് മരങ്ങൾ മാത്രം മുറിച്ചുകൊണ്ട് ഇത്തരത്തിൽ സുധീഷ, നമുക്ക് ഈ കുന്നിക്കുളം മുനിസിപ്പൽ ചെയർപേഴ്സണോട് സംസാരിക്കാൻ കഴിഞ്ഞു. അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കാരണം ഇത്രയധികം മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം വൻമരങ്ങൾ 100 കൊല്ലത്തോളം ഒക്കെ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്നത്? കാര്യം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയല്ല, ഭാവി തലമുറയ്ക്ക് ഈ വേനൽ അതുപോലെയുള്ള സംഭവങ്ങളിൽ ഒരു തണലായി മാറാൻ സാധ്യതയുള്ള മരങ്ങൾ അതിൻ്റെ കടക്കൽ കത്തിവെക്കുക ഒട്ടും നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ്, അവരോട് ബന്ധപ്പെടാൻ കഴിഞ്ഞോ? SK, നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ചെയർപേഴ്സണുമായി സംസാരിച്ചിരുന്നു. അവർ പക്ഷേ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം മരങ്ങളൊന്നും മുറിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഒരു ന്യായം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ കൃത്യമായി നമ്മൾ ഇന്നലെ ട്രീ കമ്മിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭിച്ചിരുന്നു. 54 മരങ്ങൾ മുറിക്കുന്നതിനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വികസനം വേണ്ടേ, ഈ മന്ദിരം പണിയുന്നതിന് വേണ്ടിയുള്ള മരങ്ങൾ മാത്രമേ മുറിച്ചു നിൽക്കുകയുള്ളൂ എന്നുള്ള ഉടായ്പ ന്യായങ്ങൾ മാത്രമാണ് ചെയർപേഴ്സൺ ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ അദ്ദേഹവും അത്തരം ഒരു വിശദീകരണം മാത്രമാണ് ചെയർപേഴ്സൺ നൽകിയത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവരുടെ എല്ലാം തന്നെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിൽ 54 മരങ്ങൾ മുറിക്കുന്നതിനുള്ള തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ റവന്യൂ വകുപ്പിന്റെ അടക്കം ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിൽക്കുന്നുണ്ട്. അതിൽ വൻമരങ്ങളുണ്ട്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് കാലപ്പഴക്കം ചെന്ന കേടുപാടുകളുള്ള മരങ്ങൾ മുറിച്ചു നീക്കാം എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ കുറഞ്ഞ മരങ്ങൾ മാത്രം മുറിച്ചുകൊണ്ട് താലൂക്ക് ആസ്ഥാന മന്ദിരം പണിയാം എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഒക്കെ മറികടന്നുകൊണ്ടാണ് ഇത്രയധികം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും റവന്യൂ മന്ത്രിയുടെ അടക്കം പ്രതികരണം നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇടപെടലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മുറിച്ചു മാറ്റുന്ന മരങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിന് വേണ്ടി 54 മരങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ കാലാവസ്ഥയിൽ അത്ര കണ്ട് വലിയ ഒരു എണ്ണം തന്നെയാണ്. ഏതായാലും അതിൽ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. SK, താങ്ക് യു സുധീഷ ധർമ്മൻ. ഒരു കാരണവശാലും കേരളത്തെ കോൺക്രീറ്റ് വനമാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഒരു മുനിസിപ്പാലിറ്റി കാണാതെ പോകരുത്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ തണലേകുന്ന മരങ്ങൾക്ക് നാശമുണ്ടാകാത്ത ഒരു തീരുമാനം എടുക്കണം. പല നില കെട്ടിടങ്ങൾ ഉയർത്തിയായിരിക്കില്ല കേരളം അന്താരാഷ്ട്ര ഭാവിയിൽ ചെത്തി നേടാൻ പോകുന്നത്. ഇവിടെ ഉള്ള സൈലന്റ് വാലി പോലെയുള്ള വനങ്ങളും
അതേപോലെയുള്ള നമ്മുടെ തനതായ മരങ്ങളും തന്നെയായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുള്ള ആളാണ് വനം മന്ത്രി, അതേപോലെ റവന്യൂ മന്ത്രിയും ഈ കാര്യം ഗൗരവമായി അന്വേഷിക്കണം എന്നാണ് 24-ന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റി ഉറക്കം തൂങ്ങരുത് എന്നുകൂടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി മറ്റൊരു സന്തോഷകരമായ അഭിമാന മുഹൂർത്തത്തിൻ്റെ കഥയിലേക്ക് പോകുന്നു. കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമെന്ന് UAE ആസ്ഥാനമായ സ്റ്റഡി വേൾഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് പറയുന്നു. നിങ്ങൾക്കറിയാം, UAE ആസ്ഥാനമായ ഈ സ്റ്റഡി വേൾഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ CEO ഡോക്ടർ വിദ്യാ വിനോദാണ്. ഫ്ലവേഴ്സിൻ്റെ വൈസ് ചെയർമാനും നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ വിദ്യാ വിനോദ്. ഈ ഉന്നത നിലവാരമുള്ള ഒരു മികവിൻ്റെ കേന്ദ്രം കണ്ണൂരിൽ സ്ഥാപിക്കുക എന്നാണ് ഡോക്ടർ വിദ്യാ വിനോദ് എന്ന കണ്ണൂർക്കാരി ലക്ഷ്യമിടുന്നത്. ഈ പുതിയ സ്ഥാപനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നൂതന സാധ്യതകൾ കൊണ്ടുവരുമെന്നും ഡോക്ടർ വിദ്യാ വിനോദ് ഇന്നലെ കണ്ണൂരിൽ പറഞ്ഞു. അപ്പോൾ അതേസമയം തന്നെ ഗിഫ്റ്റ് സിറ്റി എന്ന കൊച്ചിയിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഇത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് സർക്കാർ തലത്തിലൊരു അന്വേഷണം വന്നപ്പോഴും ഡോക്ടർ വിദ്യാ വിനോദ് പറഞ്ഞത് ഇതെൻ്റെ സ്വന്തം നാട്ടിൽ കണ്ണൂരിൽ തന്നെ ആരംഭിക്കുമെന്നാണ്. ഈ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വിദ്യാ വിനോദിന് കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റിയിടുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു കലാലയം കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യം സമ്മാനിക്കുന്ന ഒരു നൂതനമായ ഒരു പ്രോജക്റ്റാണ് ഈ സ്റ്റഡി വേൾഡ് ലക്ഷ്യമിടുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് കണ്ണൂരിൽ സ്റ്റഡി വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. സംരംഭകത്വം, മോഡേൺ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, മറൈൻ ബയോളജി എന്നിങ്ങനെ നിരവധി നൂതന പാഠ്യവിഷയങ്ങളുടെ വിശാല സാധ്യത വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകുന്ന മികവിന്റെ കേന്ദ്രമാകും പുതിയ സ്ഥാപനം. നമ്മുടെ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ കൂടുതൽ കുട്ടികളെ എംപ്ലോയബിൾ ആക്കുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ റീസണബിളി അഫോർഡബിൾ ആയിട്ടും കൊടുക്കാനാണ് നമ്മൾ കണ്ണൂരിൽ ഉദ്ദേശിക്കുന്നത്. 1.5 പതിറ്റാണ്ടായി അന്താരാഷ്ട്ര നിലവാരമുള്ള നിരവധി സ്ഥാപനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സ്റ്റഡി വേൾഡ് ഗ്രൂപ്പിന് തുടങ്ങാനായി. സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെ നീളുന്നു ആ വിജയഗാഥ. സ്റ്റഡി വേൾഡ് എഡ്യൂക്കേഷൻ പ്രസിഡന്റും ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ വിദ്യാ വിനോദിന്റെ സ്വന്തം നാടായ കണ്ണൂരിൽ വിദ്യാർത്ഥികൾക്ക് അതുല്യ സാധ്യതയാകും പുതിയ സ്ഥാപനം. ഇവിടെ ഒരു എഫിലിയേറ്റ് കോളേജായിട്ട് ഡിഗ്രി കൊടുക്കണമെങ്കിൽ ആ ഒന്നേ പറ്റുള്ളൂ. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓപ്ഷൻസ് ഇല്ല, ആൻഡ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിന് ഡയറക്റ്റ്ലി വന്ന് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം ആ ഒരു റെഗുലേറ്ററി എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് മോർ പ്രോഗ്രാംസ്, മോർ കോഴ്സസ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന വിദ്യാഭ്യാസ ഹബ്ബ് ഒരുക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഇതിനകം തുടക്കമായിട്ടുണ്ട്. 24 കണ്ണൂർ. അന്തർദേശീയ വിദ്യാഭ്യാസ രംഗത്ത് സ്വന്തം പേര് എഴുതി ചേർത്ത ആളാണ് ഡോക്ടർ വിദ്യാ വിനോദ്. സ്വന്തം നാട്ടിൽ വലിയൊരു ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. മാത്രമല്ല ഇതൊരു വലിയ വിജയമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം ഇതുപോലുള്ള സർവകലാശാലകൾ സ്ഥാപിച്ച് അത് നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് വലിയ വിജയത്തിലെത്തിയിട്ടുള്ള പാരമ്പര്യം ഡോക്ടർ വിദ്യാ വിനോദിനുണ്ട്. കണ്ണൂരുകാർക്ക് എല്ലാ ആശംസകളും. ഇനി നമുക്ക് NG ഗോപാലൻ നെല്ലിക്കൽ പറയുന്നു, വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടേഴ്സ് സാധാരണ ജനങ്ങൾ പോലെ പ്രതികരിക്കരുതെന്നാണ്. ചില വാർത്തകൾ നമ്മളിൽ വല്ലാതെ അമർഷം ഉണ്ടാക്കും. റിപ്പോർട്ടർ ഒരു മനുഷ്യനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് ഈ മരം മുറിക്കുന്നതിൻ്റെ കാര്യമാണെങ്കിൽ ഈ മരമുറിയിലൊക്കെ നമുക്ക് മറ്റൊരു നിലപാടാകാൻ കഴിയുമോ? മരം കണ്ടാൽ നമ്മൾ കരയണം മരത്തിന് നാശം വരുമ്പോൾ. ഇനി നമുക്ക് സന്തോഷമുള്ളൊരു വാർത്തയിലേക്ക് ഞാൻ പോകുന്നു. പാലക്കാട് ഷൊർണൂർ സ്വദേശി ലിജുവിൻ്റെയും നിതയുടെയും മകൾ ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് 24 പുറത്തുവിട്ടത്. പ്രേക്ഷകർക്ക് മുമ്പിൽ ഇത് എത്തിക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ 2 കോടി രൂപ പിരിഞ്ഞു കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് 2 കോടി രൂപ 2 ദിവസം കൊണ്ട് പിരിഞ്ഞു കിട്ടിക്കഴിഞ്ഞു. 16 കോടി രൂപയാണ് മരുന്നിന് മാത്രം ആവശ്യമുള്ളത്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗമാണ് ഗൗരി ലക്ഷ്മി ബാധിച്ചിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗരി ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നു. എന്തായാലും ഈ 16 കോടി വേണ്ട സ്ഥലത്ത് 2 ദിവസം കൊണ്ട് 2 കോടി പിരിഞ്ഞു കിട്ടി. നമ്മുടെ പ്രേക്ഷകർ സഹായിച്ചു എന്നറിയുമ്പോൾ വളരെ സന്തോഷം. മറ്റെന്തൊക്കെയാണ് സുർജിത്ത് പറയാനുള്ളത്? SKN, നമ്മൾ ഈ നിതയുടെയും ലിജുവിൻ്റെയും സങ്കടം പുറത്തുവിട്ടിട്ട് 48 മണിക്കൂറുകളാവുന്നു. 48 മണിക്കൂർ. മിനിഞ്ഞാന്ന് രാവിലെയാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു പ്രേക്ഷക പിന്തുണ ഈ വാർത്ത കണ്ട ആളുകൾ കൃത്യമായ രീതിയിൽ തന്നെ നൽകുന്നു എന്നുള്ളതാണ്. ഈ സമയമാകുമ്പോൾ 2 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു.
ധനസഹായ തുക എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്. നിരവധി പേർ സിനിമാ മേഖലയിൽ നടക്കം നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. പലരുടെയും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിൽ നമ്മുടെ വാർത്ത വന്നിട്ടുണ്ട്. സ്വാഭാവികമായി അത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഇതൊരു ചെറിയ തുക മാത്രമാണ്, 2 കോടി, അത് 16 കോടിയാണ് ലക്ഷ്യം. ആ 16 കോടിയിലേക്ക് എത്തുക എന്നുള്ളതാണ്, വേഗത്തിൽ തന്നെ എത്തുക എന്നുള്ളതാണ്. കാരണം ദിവസങ്ങളില്ല എന്നുള്ളത്. 2 വയസ്സാവാൻ ഈ കുട്ടിക്ക് 2 വയസ്സിനുള്ളിൽ മരുന്ന് നൽകേണ്ടതുണ്ട്. 2 വയസ്സാകാൻ ദിവസങ്ങളില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ മരുന്ന് എത്തിക്കാൻ കഴിയണം. എന്തായാലും ലിജുവും നിതയും നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം തന്നെ മോളുണ്ട്, ഗൗരി ലക്ഷ്മി കൂടി ഉണ്ട്. എന്തായാലും ലിജു, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ലിജുവിന് പറയാനുള്ളത് എന്താണ്? 2 ദിവസമായിട്ട് ഒരു നല്ലൊരു സഹായമാണ് പ്രേക്ഷകരുടെ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല തുകയാണ് ഒരു സമാധാനം, ആശ്വാസം കൊള്ളിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും ഇനി എനിക്ക് എൻ്റെ മോളെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കിപ്പോൾ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരോടും എൻ്റെ മോളെ രക്ഷിക്കണം എന്നുള്ള എല്ലാവർക്കും ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ ഉള്ളൂ, അത് രക്ഷിച്ചു തരണം എൻ്റെ മോളെ. അതും ഇന്നലെ ലിജു ബാംഗ്ലൂരിൽ പോയിരുന്നു. ഡോക്ടർമാരായിട്ട് സംസാരിച്ചോ? ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ മരുന്ന് കിട്ടും, അത് ക്യാഷ് കിട്ടിയ മരുന്ന് തരാം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ 2 വയസ്സിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടില്ല എന്നുള്ള അത് ഇപ്പോഴും പറയുന്നുണ്ട് അവർ. അതിന് മുമ്പേ ചെയ്യാൻ നോക്കുക എന്നുള്ളതിലാണ് അവർ പറഞ്ഞത്. 2 വയസ്സാവഞ്ഞി എത്ര? മെയ് 2-ാം തീയതിയാണ് മോൾക്ക് 2 വയസ്സ് തികയുന്ന ഇത്. അപ്പോൾ ഇനി ഒരു മാസം കഷ്ടിച്ച്, ഇനി ഒരു മാസം. പ്രേക്ഷക സമൂഹത്തോട് എന്താണ് ലിജുവിന് വീണ്ടും പറയാനുള്ളത്? എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എന്തായാലും ഒരു സഹായം, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഞാനിത് ചെയ്യും? എൻ്റെ മോളും എൻ്റെ കുടുംബവും ഞാൻ എല്ലാവരും അത് കണ്ട് എന്നെ ഒന്ന് സഹായിക്കണം, അത്ര തന്നെ പറയാനുള്ളൂ. എന്തായാലും അത് ആശ്വാസകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും ആശിക്കുന്നത്. നിരവധി പേർ സിനിമാ മേഖലയിൽ നിന്നും സ്പോർട്സ് മേഖലയിൽ നിന്നും IM വിജയൻ ഉൾപ്പെടെ, മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ, വിനു മോഹൻ, ശ്രീശാന്ത് അടക്കമുള്ള പ്രമുഖരുടെ നിര തന്നെ നമ്മുടെ വാർത്ത അവരവരുടെ ഫേസ്ബുക്ക് പേജിലും ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ പിന്തുണയുമായി രംഗത്ത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആശാവഹമായ സംഗതി. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ 2 കോടിയിലേക്ക് തുക എത്തിയിരിക്കുകയാണ്. വേണ്ടത് 16 കോടി രൂപയാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും ആ ഒരു പിന്തുണ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിതയും ലിജുവും ഉള്ളത്. SKN. ഓക്കെ, നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്താണ് ഈ ഗൗരി ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ചേർന്നത്. എന്തായാലും 2 കോടി രൂപ ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമുക്ക് ലഭിച്ചു. വളരെ ഈ കുഞ്ഞിൻ്റെ ഈ തുള്ളിക്കളിച്ച് തുമ്പിയെ പോലെ മാറി നടക്കുന്ന ഒരു പ്രായത്തിൽ വലിയൊരു രോഗത്തിന് അടിമപ്പെടേണ്ടി വന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണിത്. ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു 50 രൂപ 100 രൂപ വെച്ചിട്ട് നമ്മൾ അയച്ചാൽ പോലും ഒരുപക്ഷെ ഈ വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഈ 14 കോടിയിൽ എത്തിയിരിക്കും. 16 കോടി 2 കോടിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അക്കൗണ്ട് നമ്പർ സ്ക്രീനിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വയ്ക്കാം. മറ്റൊരു അഭ്യർത്ഥന കൂടി എനിക്ക് മലയാളത്തിലെ പ്രമുഖ നടന്മാരോടും അതുപോലെ ഒരുപാട് ലൈക്കുകളും ഡിസ്ലൈക്കുകളും ഒക്കെ ഉള്ള പേജുകൾ നോക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ പേജുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം. പ്രത്യേകിച്ചും മമ്മൂക്ക, മോഹൻലാൽ, മഞ്ജു വാര്യർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ കൂടെ കൂട്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പേജുകൾ അവർക്കുണ്ട്, യൂട്യൂബ് പേജുകളുണ്ട്. അപ്പോൾ ഈ പേജുകളിലേക്ക് ഈ സ്റ്റോറി പിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിലേക്ക് അത് എത്തും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് VVIPകളും പ്രശസ്തരമായ ആളുകൾ ഈ ഗൗരി ലക്ഷ്മിക്ക് വേണ്ടി നമ്മൾ സ്വരൂപിക്കാൻ ശ്രമിക്കുന്ന ഈ 14 കോടി ബാക്കി വരുന്ന ഫണ്ടിലേക്ക് നിങ്ങളുടെ കൂടി സഹായം വേണം. ഗൗരി ലക്ഷ്മിയുടെ ജീവിതം നമുക്ക് നിലനിർത്തണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ. അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു സ്വന്തം കുഞ്ഞിൻ്റെ പ്രശ്നമായി ആളുകൾ ഏറ്റെടുക്കണം എന്നാണ് 24-ന് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് SSLC പരീക്ഷ രാവിലെ 9:45 ആരംഭിക്കും. മലയാളം ഉൾപ്പെടെ 1 ഭാഷകളുടെ 1 ഭാഗത്തിൻ്റെ പരീക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായി സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങളുമായി മണക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശ്രീനിത കൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം വരുന്നു. ശ്രീനിത, കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. അവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ടെൻഷനൊക്കെ ഉണ്ടോ? അവരോടൊക്കെ സംസാരിച്ചോ? അവരൊക്കെ നല്ല ധൈര്യത്തിലാണോ വന്നിരിക്കുന്നത്? ഞാൻ കുട്ടികളോട് സംസാരിച്ചിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ നിൽക്കുന്നത്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം. അവർ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ ഉള്ള തെരഞ്ഞെടുപ്പിലാണ്. എക്സാം അല്ലേ? ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്.
എന്തിനാ ടെൻഷൻ? പേടിക്കേണ്ട, ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുന്നു വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു. അത് തന്നെ, പേടിക്കുന്നില്ല. പരീക്ഷ നല്ലവർക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, എഴുതും. എന്നാലും ഒരു പേടി. കൊറോണയൊക്കെ ആയിരുന്നില്ലേ, ക്ലാസ് ഒന്നും അധികമായിട്ട് കിട്ടിയിട്ടില്ല, ഓൺലൈനായിരുന്നു. പിന്നീട് സ്കൂളൊക്കെ തുറന്നെത്തി. ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് എഴുതുന്ന ആത്മവിശ്വാസമുണ്ട്. ഈ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ആ രീതിയിലാണോ പഠിച്ചത്, അതോ പാഠഭാഗം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണോ പഠിച്ചത്? ഇപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് നമുക്ക് എല്ലാം പഠിക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, പറ്റുന്ന പോലെ എഴുതും. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ കിട്ടൂല, അൺഫോക്കസ് ഏരിയയും പഠിക്കണം. നമുക്കൊരു ചോദ്യം പോയാൽ പിന്നെ A+ അങ്ങ് പോകും. ഇപ്പം എല്ലാം കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സും കിട്ടിയിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പഠനം സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അത് കോൺഫിഡൻസ് തരുന്നുണ്ടോ? ആദ്യം നമുക്ക് പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സൊന്നും ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിലൊന്നും ആരും തന്നെ അധികം കയറിയിട്ടില്ലായിരുന്നു, ഫോണിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ട്. അപ്പോൾ ഇപ്പോഴാണ് 5 മാസമായിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ വരുന്നത് തന്നെ. പിന്നെ എന്തോ ഒരു വിശ്വാസം, നല്ല രീതിയിൽ എഴുതാം. ഏതായാലും എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് ചെയ്ത് ഓൾ ദി ബെസ്റ്റ്. കുട്ടികളെല്ലാം ഹാളിലേക്ക് കടക്കാനുള്ളൊരു തിരക്കിലായിരുന്നു. അപ്പോൾ 9:45 തന്നെ പരീക്ഷകൾ ആരംഭിക്കും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 4,26,999 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. കോവിഡൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ വലിയ വർധനവ് കുട്ടികളുടെ എണ്ണത്തിലുണ്ട്. 5000-ലധികം കുട്ടികളുടെ വർധനവ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നതിലുണ്ട്. ഏതായാലും കുട്ടികൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കയറുന്നു. 9:45 പരീക്ഷ ആരംഭിക്കും. 11:30 വരെയാണ് പരീക്ഷ. ഇനി അടുത്ത പരീക്ഷ 6-ാം തീയതിയാണ്. അതായത് കൃത്യമായൊരു ഇടവേള ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യത്തിലും ആത്മവിശ്വാസമുണ്ട്. ഏപ്രിൽ 29-നാണ് പരീക്ഷ അവസാനിക്കുന്നത്. മെയ് മാസത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷയും നടക്കും. താങ്ക് യു ശ്രീനിത കൃഷ്ണൻ. കുട്ടികളെല്ലാം സന്തോഷത്തോടെ ധൈര്യത്തോടെ പരീക്ഷ എഴുതട്ടെ. അത്ര വലിയ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യത നമ്മൾ കാണുന്നില്ല. മഞ്ചേരിയിൽ നഗരസഭാ കൗൺസിലറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. നെല്ലിക്കുത്ത് സ്വദേശി ഷംസീറാണ് പോലീസ് പിടിയിലായത്. മറ്റൊരു പ്രതി ഷുഹൈബിന് വേണ്ടി തെരച്ചിൽ തുടരുന്ന വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് മഞ്ചേരിയിൽ നിന്ന്. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതി കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 3 പേർ ഈ സംഭവത്തിൽ നേരിട്ടിടപെട്ടതായി പോലീസ് കരുതുന്നു. ഇന്നലെ തന്നെ അബ്ദുൾ മജീദ് എന്ന ബൈക്ക് ഓടിച്ചിരുന്നയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ മഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് മഞ്ചേരി CIക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിക്കുകയും അതിലൊരാളെ ഇന്നലെ വൈകിട്ട് തന്നെ പിടികൂടാനും സാധിച്ചിരുന്നു. ഇനി പോലീസ് പിടിയിലാകേണ്ടത് ഷുഹൈബ് എന്ന കൊച്ചുവാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഈ ഷുഹൈബ് കൃത്യം നടക്കുമ്പോൾ അബ്ദുൾ മജീദിന് ഒപ്പമുണ്ടായിരുന്ന ആളാണ്. ഈ ഷുഹൈബിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ നെല്ലിക്കുത്ത് സ്വദേശിയായിട്ടുള്ള ഷംസീർ പോലീസിന്റെ പിടിയിലാവുന്നത്. ഷംസീറിന്റെ കേസിലെ പങ്ക് എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പൊടുന്നനെ ഉണ്ടായ ഈ നഗരസഭാ അംഗത്തിന്റെ വിയോഗത്തിൽ ഒരു നാടൊന്നടങ്കം വലിയ വേദനയിലായിരിക്കുകയാണ്. ഇതാണ് അബ്ദുൾ ജലീൽ സഞ്ചരിച്ചിരുന്ന വാഹനം. ഈ വാഹനത്തിന്റെ പുറകിൽ ഹെൽമറ്റ് ഉപയോഗിച്ച് ഇതിന്റെ ചില്ല് തല്ലി തകർത്ത ശേഷമായിരുന്നു ആക്രമണം നടന്നത്. അതിനുശേഷം ഇത് ചോദ്യം ചെയ്യാൻ പുറത്തിറങ്ങിയ അബ്ദുൾ ജലീലിനെ അതിക്രൂരമായി ഈ 2 പ്രതികൾ, ബൈക്കിലെത്തിയ 2 പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് തലയ്ക്കടക്കം അതിക്രൂരമായുള്ള പരിക്കേൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്നിപ്പോൾ മഞ്ചേരി നഗരസഭ ഹർത്താൽ ആചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടുള്ള ആദരസൂചകമായി. വളരെ ചുരുക്കം കടകൾ മാത്രമേ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ. പരീക്ഷയായതുകൊണ്ട് വാഹനങ്ങൾ തടയുകയോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. എന്തായാലും അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നു. ഈ കുടുംബം തന്നെ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് ഈ സംഭവത്തിൽ ഇദ്ദേഹം പാലക്കാട് മധ്യസ്ഥ ചർച്ചയുമായി ഒരു ബന്ധമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. നിഖിൽ പ്രമേഷ്, താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വിദേശകാര്യ വിദഗ്ധൻ PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. യുക്രൈൻ തലസ്ഥാന നഗരി ആക്രമിക്കില്ല എന്ന വാഗ്ദാനം റഷ്യ ലംഘിച്ചതായി വാർത്ത വരുന്നു. അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. സമാധാന ചർച്ചകളിൽ ഫലം കാണുന്നില്ലെന്ന് റഷ്യ പറയുന്നു. കിഴക്കൻ യുക്രൈനിൽ ഇപ്പോൾ റഷ്യ ആക്രമണം ശക്തമാക്കിയെന്നും വാർത്തകൾ വരുന്ന വേളയിൽ PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ് ഈ വിദേശകാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കമൊക്കെ പോകുന്നു എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ പോകുന്നില്ല. വായിക്കുന്നത് പലപ്പോഴും സങ്കടകരമാണ് എസ് കെ. പ്രത്യേകിച്ച് യുദ്ധത്തിലൊക്കെ ഒരുപാട് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന കുട്ടികളും സ്ത്രീകളും അടക്കം ഇതൊക്കെ നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടകരമാണ് യഥാർത്ഥത്തിൽ. എന്തായാലും ഒരു കാര്യം, ഇപ്പോൾ എസ് കെ ചോദിച്ച ചോദ്യം തന്നെ റഷ്യയുടെ സംബന്ധിച്ച് റഷ്യ വാക്കുകൾ ലംഘിച്ചു എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് എസ് കെയിനോട് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്, പുട്ടിൻ്റെ മനസ്സിലിരിക്കുന്നതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത്, പുട്ടിൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാറായിട്ടില്ല, ഇതൊരു പുനർവിന്യാസമായിരിക്കാം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് തന്നെയാണെന്ന് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പുട്ടിൻ്റെ മനസ്സറിഞ്ഞിട്ടല്ല, ഒരുപക്ഷെ ഇതിൻ്റെ യുദ്ധ നീക്കങ്ങൾ കാണുമ്പോൾ, ഇതുവരെയുള്ളത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായ ലോജിക്കാണത്. കാരണം പെട്ടെന്ന് കീവിൽ നിന്ന് സൈന്യത്തെ റഷ്യ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പും കിട്ടാതെ എങ്ങനെ പിൻവലിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ അത് വരുന്നു, അത് പുനർവിന്യാസമാണ്. അവർ കീവിലും അവരെ ആക്രമിക്കില്ല എന്ന് പറയുന്ന ചെർണീവിലടക്കം ഇന്നലെ വലിയ രീതിയിൽ ആക്രമണം നടത്തി. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അത് അവരുടെ ഡിഫൻസ് ഡെപ്യൂട്ടി മിനിസ്റ്റർ അടക്കമാണ് സംസാരിച്ചത്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഫീൽഡിൽ നടക്കുന്നത്. ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് സൈന്യം കേൾക്കുന്നില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പുട്ടിൻ അറിയാതെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കില്ല. അപ്പോൾ കീവിലും ചെർണീവിലും ആക്രമണം നടത്തി. പലായനം ചെയ്തവരുടെ എണ്ണം 40 ലക്ഷത്തിൽ കവിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾ 20 ലക്ഷം കുഞ്ഞുങ്ങളാണ് ഉക്രൈനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. 25 ലക്ഷം പേർ ഈ ചെർണീവ്, കീവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, പ്രധാനപ്പെട്ട ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ ഉക്രൈനിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ കാര്യവും വലിയ കഷ്ടത്തിലാണ്. ഇതിനിടയിൽ റഷ്യ പറയുന്നത് ഈ സമാധാന ശ്രമങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും വലിയ ഫലം കാണുന്നില്ല എന്നുള്ളത് പറയുന്നു. കാരണം നാറ്റോയിൽ അംഗമാവില്ല, നിഷ്പക്ഷത പാലിക്കാം, ഇതൊക്കെ അവർക്കിപ്പോൾ സ്വീകാര്യമല്ല. അവർക്ക് ആവശ്യം ഇപ്പോൾ ഉക്രൈൻ ഒന്നില്ലെങ്കിൽ പൂർണ്ണമായി പിടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഉക്രൈൻ്റെ കിഴക്കൻ ഉക്രൈൻ, ഡോൺബാസും ലുഹാൻസ്കും ക്രീമിയ നേരത്തെ പിടിച്ചതാണ്, അതടങ്ങുന്ന ഒരു മേഖല മുഴുവൻ, റഷ്യയോട് അടുത്ത് കിടക്കുന്ന മേഖല മുഴുവൻ അവർക്ക് വേണം. ആ രീതിയിലാണ് ചിന്ത. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവം ഈ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടായത്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്ളാഡിമിർ സെലൻസ്കിയും ഉക്രൈനിയൻ പ്രസിഡന്റും തമ്മിൽ 1 മണിക്കൂർ ചർച്ച നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആയുധങ്ങൾ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൈനിക വിമാനങ്ങളോ അതുപോലെ തന്നെ വ്യോമ നിരോധക മേഖലയോ പ്രഖ്യാപിക്കില്ല. എസ് കെ. ജെയിംസിന് ഈ പാകിസ്ഥാനിലേക്ക് നമ്മളൊന്ന് പോയാൽ അവിടെ ഇമ്രാൻഖാന്റെ നില പരുങ്ങലിലായി. ഈ പ്രമുഖ ഘടകകക്ഷി കൂടി പ്രതിപക്ഷത്ത് ചേർന്നതോടെ അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം പട്ടാളം ഇടപെട്ട് റദ്ദാക്കിച്ചു എന്നും വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, ഇമ്രാൻഖാന്റെ കാര്യം ഒട്ടും ഗുണകരമായ അവസ്ഥയിലല്ല, പരിങ്ങലിൽ തന്നെയാണ്. അദ്ദേഹം രാജിവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും പല അത്ഭുതങ്ങളും സംഭവിക്കാമല്ലോ, അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രധാന കക്ഷിയായിരുന്ന MQM എന്ന ഘടകകക്ഷി അവർ വിട്ടിരിക്കുന്ന, അവർക്ക് 7 അംഗങ്ങളുള്ളെങ്കിലും അവർ കൂടി ചേർന്നാണ് ജസ്റ്റ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് 172 ഭൂരിപക്ഷത്തിന് വേണ്ടത്. പാർട്ടിക്ക് 155 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഈ പാർട്ടി മുന്നണി വിട്ടതോടെ അവർ പ്രതിപക്ഷത്ത് ചേരുകയും അവരുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമായി. 175 പേർ ഇപ്പോൾ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. 172 വോട്ട് മതി അദ്ദേഹത്തെ പുറത്താക്കാൻ. അപ്പോൾ ന്യൂനപക്ഷ സർക്കാരായി മാറിയിരിക്കുകയാണ് ഇമ്രാൻഖാന്റെ പാർട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണ്. പട്ടാളം ഇടപെട്ടിരിക്കുന്ന എസ് കെ എൻ. പട്ടാളത്തിന്റെ മേധാവി ബാജുവയും അവരുടെ ISI ചീഫും കൂടി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയായിരുന്നു. അത് ചെയ്യരുത് എന്ന് അവർ നിർബന്ധമായി ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ പോയാൽ അദ്ദേഹത്തിനെതിരെ പട്ടാളത്തിന് വിപ്ലവം നടക്കും എന്നുള്ള പ്രചരണം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് അവസാന നിമിഷം റദ്ദാക്കുകയും ചെയ്തു. എസ് കെ എൻ. ജെയിംസ്, ഈ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഈ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രസക്തി കൂടുകയാണ്. കാരണം ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഒരുപാട് ശക്തികൾ ഡൽഹിയിലേക്ക് ഉദിക്കുന്നു. എസ് കെ എൻ, ഒരുപക്ഷെ ഇന്ത്യ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നിരുന്നെങ്കിൽ ഇത്രയും സമ്മർദ്ദമുണ്ടാവില്ലായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ കൂടെ പോയി അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ പോയി എന്നുള്ള രീതിയിൽ വേറെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇരിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ ലോക തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ത്യ ക്വാഡിൽ അംഗമാണ്. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും അടങ്ങിയ, ഒപ്പം തന്നെ റഷ്യയുമായിട്ട് വലിയ അടുത്ത ബന്ധം, എത്രയോ കാലമായിട്ട് സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധമാണ്. ഇതിൻ്റെ രണ്ടിലും നടുവിൽ നിൽക്കുന്ന ഇന്ത്യയെ 2 പക്ഷത്തുകാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ
വോട്ടിങ്ങിലും ഇന്ത്യ നിഷ്പക്ഷ നിലപാടെടുക്കുകയും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ SK എടുത്തു നോക്കുക, അമേരിക്കയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ എത്തി. ഇപ്പോൾ ദിലീപ് സിംഗ് എന്ന ഇന്ത്യൻ വംശജൻ അവിടുത്തെ ഡെപ്യൂട്ടി ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അദ്ദേഹം ഈ യുദ്ധത്തിന് ഇടയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുടിൻ കഴിഞ്ഞ രണ്ടാമത്തെ ആൾ അദ്ദേഹമാണ്. അദ്ദേഹം വരുന്നു, ഇന്ത്യയെ കൊണ്ട് ഓയിൽ കൂടുതൽ വാങ്ങിപ്പിക്കാനാണ്. ഒരുപക്ഷെ അമേരിക്ക ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്നതിൻ്റെ പേരിലാണ്. അമേരിക്ക 10 ദശലക്ഷം ഓയിൽ റിസർവിൽ നിന്ന് വിട്ടുകൊടുക്കാനാണ്, യൂറോപ്പിനൊക്കെ വിട്ടുകൊടുക്കാനാണ് നോക്കുന്നത്. ഈ രീതിയിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച എത്തി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യക്ക് ഈ വിഷയത്തിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. ഗ്രീസിൽ നിന്നെത്തി, യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെത്തുന്നു. ഇനിയും അമേരിക്കയുടെ പ്രമുഖർ പലരും വരുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാടിനെ സ്വാധീനിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇന്ത്യ ചൈനയെ പോലെയല്ല, ഇന്ത്യ അപ്പുറത്തും ഇപ്പുറത്തും ഏതാണ്ട് ഈക്വൽ സ്റ്റേക്കിൽ നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അഭിമാനകരവും ആശ്വാസകരമാണ്. പക്ഷേ അതുപോലെ തന്നെ നയതന്ത്ര പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. രണ്ട് സ്ഥലത്തും നിൽക്കാൻ പറ്റാതെ വന്നാൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാവാം. ജെയിംസ്, മറ്റൊരു വിവാദം കൂടി വന്നിരിക്കുന്നു. അതായത് ജോ ബൈഡന്റെ കുടുംബത്തിനെതിരെയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ റഷ്യയോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട വിവാദമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വാർത്ത കൂടി പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ ചർച്ച അവസാനിപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ പോളണ്ടിൽ വന്ന് പോയതേ ഉള്ളൂ എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ശക്തമായിട്ട് റഷ്യൻ പ്രസിഡന്റിനെതിരെ വലിയ നിലപാടുകളാണ് എടുത്തത്. അദ്ദേഹത്തെ കൊലയാളി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ മർഡറർ എന്ന് മാത്രമല്ല, അദ്ദേഹം തെരുവ് ഗുണ്ടയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഈ മരണങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തം താങ്കൾ പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ, തങ്ങളുടെ കയ്യിൽ രക്തമുണ്ട്, ഈ രീതിയിൽ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൻ്റെ പേരിൽ റഷ്യ വളരെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പുടിൻ ആൾ സ്മാർട്ടാണ്, അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ജോ ബൈഡനൊന്നും അദ്ദേഹത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ജോ ബൈഡൻ്റെ കുടുംബത്തിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടാൻ ട്രംപ് പുടിനോട് ആവശ്യപ്പെടുന്നത് വരെ എത്തി. ട്രംപ് ആയതുകൊണ്ട് ഒരുപക്ഷെ അത് വലിയ വിവാദമായില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു ഭൂരിപക്ഷം തീവ്രവാദികളൊക്കെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് ഒരു യുദ്ധസമയത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആൾ നിലവിലുള്ള പ്രസിഡന്റിനെ കുറ്റം പറയുകയും റഷ്യൻ പ്രസിഡന്റിനെ ഉയർത്തി പറയുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു കോലാഹലം, ഒരു അമേരിക്കയ്ക്കുണ്ടാകുന്ന ക്ഷീണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ട്രംപും ജോ ബൈഡനും നേർക്കുനേർ വരുന്ന അവസ്ഥയാണ്. ട്രംപിനതിൽ വലിയതുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ മക്കൾക്കെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രശ്നങ്ങൾ കൊണ്ടുവരികയും അവരൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ വക്കിലെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡന് ഉക്രൈനുമായി ബിസിനസ് ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ്. താങ്ക് യു വി പി ജെയിംസ്. കാറ്റത്തും മഴയത്തും ആകെ ഉണ്ടായിരുന്ന മൺവീട് നിലംപതിച്ചതോടെ പിരിവഴിയിലായി പോയ കല്ലറ ചെറുവാളത്തെ നാലക കുടുംബത്തിന് അത്താണിയായി വർമ്മ ഹോംസ്. ഇന്നവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. വർമ്മ ഹോംസ് എന്ന പ്രമുഖ ബിൽഡേഴ്സ് അവർ നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി അടക്കം നാലംഗ കുടുംബത്തിന് ദുരവസ്ഥ 24 ആണ് പുറം ലോകത്ത് എത്തിച്ചത്. ഒരു 24 ഇമ്പാക്റ്റാണ്. ഈ പുതിയതായി നിർമ്മിച്ച വീടിന് സമീപം നിന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീൻ, എന്തായാലും ആ കുടുംബത്തിന് വലിയൊരു രക്ഷയായി നമ്മുടെ വാർത്ത കൊണ്ട് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ്. പലവിധ സന്തോഷങ്ങളാണ്, ഞാൻ അതിലേക്ക് വരാം. കഴിഞ്ഞ മെയ് മാസം 31-നാണ് നമ്മൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ആർത്തലച്ച് പെയ്തൊരു മഴയത്തും കാറ്റത്തും മൺവീടിൽ നിർമ്മിച്ചിരുന്ന ടാർപോളിൻ ഷീറ്റും പഴംതുണിയൊക്കെ കൊണ്ട് കെട്ടിമറച്ചിരുന്ന ഒരു വീടായിരുന്നു അവരുടെ വീട്. നാലംഗ കുടുംബം, ഒരു ബിരുദ വിദ്യാർത്ഥിനി ഉൾപ്പെടെ നാലംഗ കുടുംബമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലൊരു മഴയത്തും കാറ്റത്തും അത് പൂർണ്ണമായും നിലംപതിച്ചു. ആ വീട് നിലംപതിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് നിലംപതിച്ചത്. നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്തൊരു കുടുംബം, അവർ പിന്നീട് ഒറ്റമുറി വാടക വീട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. നമ്മളെ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചതിന് പിന്നാലെ പ്രമുഖ ബിൽഡേഴ്സ് ആയിട്ടുള്ള വർമ്മ ഹോംസ് ആ വാർത്ത ശ്രദ്ധിക്കുകയും അവർക്ക് കൈത്താങ്ങായി കടന്നു വരികയും ചെയ്തു. ഇന്നിപ്പോൾ നല്ലൊരു വീട് അവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. ആ വീട്ടുകാരും സമീപവാസികളുമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരുപാട് പേര് അതിനുവേണ്ടി രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അല്പസമയത്തിനകം വർമ്മ ഹോംസിൻ്റെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തുകയും ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്യും. നമുക്കറിയാം, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്. ഈ വീട് എന്നൊരു സ്വപ്നം ഈ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുടുംബത്തിൻ്റെ ഒരു നാളുകളായിട്ടുള്ള സ്വപ്നമായിരുന്നു. അത് പൂവണിയുന്നതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കാലങ്ങളായിട്ടുള്ളൊരു സ്വപ്നം കൂടി ഇതിനോടനുബന്ധമായി നടന്നിരിക്കുന്നു എന്നുള്ള മറ്റൊരു സന്തോഷം കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതായത് ഒരു കുന്നിൻ മുകളിലാണ് ഈ വീടും ഈ പ്രദേശവും ഒക്കെ ഉള്ളത്. ഏതാണ്ട് 10-30ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെങ്കുത്തായ പാത നടന്നു വേണം ഇങ്ങോട്ട് കയറി വരാൻ. ആശുപത്രി ആവശ്യമാണെങ്കിൽ പോലും വാഹനങ്ങൾ എത്താത്തൊരു പ്രദേശമായിരുന്നു. ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടി കൈകോർത്ത് ഒരു വഴി തയ്യാറാക്കുകയും